ഇവിടുത്തെ തിക്കും തിരക്കും ഒക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു? തിക്കും തിരക്കും ഇപ്പോൾ നമ്മൾ ഇതിനകത്തങ്ങ് ലയിച്ചു പോയി. ഇപ്പോൾ ഇത് നമുക്ക് ഈ തിക്കും തിരക്കും ഇല്ലെങ്കിലൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കും. ഇപ്പോൾ ഞാനിവിടുന്ന് കേരളത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ തിക്കും തിരക്കും ഇല്ലാതെ വരുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നു. കാര്യം വെച്ചാൽ ഇത് നമുക്കിതൊരു നമ്മുടെ ഡേ ടു ഡേ ഇതിലായിട്ട് അങ്ങ് ലയിച്ചു പോയി നമ്മുടെ ഇതിൽ. അപ്പോൾ അതിനോണ്ട് ഈ തെക്കും തിരക്ക് നമുക്കൊന്നും ഒരു പ്രയാസമായിട്ട് തോന്നാറില്ല. ഇപ്പം വെളിയിൽ നിന്ന് വരുന്ന പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇവിടെ ജീവിക്കുന്നുള്ളൂ, പക്ഷേ നമുക്കത് തോന്നാറില്ല. ഈ നാട്ടിലേക്കുള്ള യാത്ര വർഷത്തിൽ എത്ര പ്രാവശ്യമായിരിക്കും? ഞാനിപ്പോൾ എല്ലാ മാസവും നാട്ടിൽ 10 ദിവസമുണ്ട്. അമ്മയെ കാണും, പിന്നെ എൻ്റെ ബിസിനസ്സിന് വേണ്ടും. ഇപ്പോൾ അമ്മ സുഖമില്ലാതാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അമ്മ സുഖമില്ലാതെ കിടപ്പാണ്. അപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ മാസവും ഞാൻ നാട്ടിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ബിസിനസ്സിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ മാസവും 10 ദിവസം നാട്ടിലുണ്ട്. നാട്ടിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ധാരാളമുണ്ട്. നാട്ടിൽ ചെന്നാലും രസകരമാണ്. പക്ഷേ ഉള്ളി പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. അതാണ് ഇപ്പം സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതേ ഉള്ളൊരു ദോഷം. ഈ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം 10 ദിവസം നിൽക്കുന്നല്ലേ പറഞ്ഞു? അതെ. ഈ 10 ദിവസമൊക്കെ ആകുമ്പോൾ മനസ്സിവിടെ ആയിരിക്കും മിക്കവാറും അല്ലേ? മനസ്സിവിടെ ആകണം. കാര്യം വെച്ചാൽ എപ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ആകണം മനസ്സ്. പക്ഷേ എനിക്കിവിടെ ഒരു കുട്ടിയുണ്ട്. ഷീ മാനേജസ് ദ ഹോൾ ഷോ. മലയാളിയാണ്. എന്താ പേര്? മിനി എന്നാണ്, മിനി മാത്യു. അവർ മാനേജ് ചെയ്യും. ഷീ ഈസ് വെൽ എക്സ്പീരിയൻസ്. ഒരുപാട് വിദേശ യാത്രകൾ പോയി കാണുമല്ലോ. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ ജർമ്മനിയിൽ പോയിട്ടുണ്ട്, റഷ്യയിൽ പോയിട്ടുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിൽ പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്, ഇപ്പം മലേഷ്യയിൽ പോകുന്നു. ഏതാ ഈ യാത്രകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ദുബായ് സിറ്റി പിന്നെ ബിസിനസ്സിന് ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ് നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കയുമായിട്ടാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ റഷ്യ പോയത് എൻ്റെ മകളവിടെ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ അന്ന് പോയി. പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ ബിസിനസ്സും കുറച്ചാക്കി അതിൻ്റെ കൂടെ. റഷ്യയെക്കുറിച്ച് മോൾക്ക് വളരെ താല്പര്യമുള്ള സ്ഥലമാണ്, വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ്, വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണത്. നമ്മുടെ മലയാളികൾ കുട്ടികൾ ഒരുപാട് മലയാളികൾ പഠിക്കുന്നുണ്ട്. അവൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പണ്ടത്തെ ലെനിൻഗ്രാഡ് എന്ന് പറഞ്ഞ ആ സ്ഥലത്തായിരുന്നു. 6 വർഷം അവിടെ പഠിച്ചു. താങ്കൾ റഷ്യയിൽ പോയിട്ട് എന്ത് അനുഭവം തോന്നി? റഷ്യയിൽ എനിക്ക് കൂടുതൽ എക്സ്പോഷർ റഷ്യ കിട്ടിയിട്ടില്ല. കാര്യം വെച്ചാൽ മെയിൻ അവിടുത്തെ പ്രോബ്ലം ഞാൻ കണ്ടത് ലാംഗ്വേജിൻ്റെ ഒരു വലിയ പ്രോബ്ലമുണ്ട്. ഇംഗ്ലീഷ് വലിയ പ്രശ്നമാണ് അവിടെ റഷ്യൻ ലാംഗ്വേജ് അല്ലാതെ വേറൊരു ലാംഗ്വേജ് പറ്റില്ല. അപ്പം നമുക്ക് റഷ്യൻ ലാംഗ്വേജ് അറിയാൻ വയ്യാതെ വെളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. പിന്നെ എവരി ഹൂക്ക് ആൻഡ് കോർണർ നമ്മുടെ പോലീസുകാരുണ്ട്. അവർ വെരിഫൈ നമ്മുടെ പാസ്പോർട്ട് വെരിഫൈ ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അല്ലാതെ പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മോസ്കോയിൽ ഞാൻ രണ്ടും ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ്. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് റഷ്യയിൽ ഇപ്പോഴത്തെ വളരെ വലിയ ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വന്ന് USSR കഴിഞ്ഞിട്ട് ഇപ്പോൾ റഷ്യ ആയതോടുകൂടി ഇപ്പം വളരെ മോശമായിട്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിപ്പം കണ്ടിടത്തോളം വളരെ ഡെവലപ്ഡായി. ബിസിനസ്സിലായാലും ഇപ്പം ഞാനിപ്പോൾ ഒരു ബിസിനസ് നെഗോഷിയേഷൻ ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയുമായിട്ട് നമ്മുടെ ഗ്ലൗസ് എക്സ്പോർട്ട് ചെയ്യുന്നതിന്. മിക്കവാറും ക്ലിക്കാവും തോന്നുന്നു. നിങ്ങളുടെ ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഏത് ഐറ്റമാണ്? ഞാനിപ്പം മെയിനായിട്ട് എൻ്റെ മാക്സിമം കോൺസെൻട്രേഷൻ കൊടുക്കുന്നതും എൻ്റെ കൂടുതൽ മൂവ് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഗ്ലൗസാണ്. സർജിക്കൽ ഗ്ലൗസാണ്. സർജിക്കൽ ഗ്ലൗസ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യക്കകത്ത് എവിടെയാണ് ശരിക്കും? ഇന്ത്യക്കകത്ത് ഞാൻ ബോംബെയിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബോംബെയിൽ ഇപ്പോൾ മെയിൻ ഹോസ്പിറ്റൽ ബോംബെയിൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറേ ഡീലർ നെറ്റ്വർക്ക് ഉണ്ട് ഇവിടെ. പിന്നെ മഹാരാഷ്ട്രയിലൊരു ഡീലർ നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ റൈറ്റ് അപ്പ് ടു ജമ്മു വരെ ഞാൻ കൊടുക്കുന്നുണ്ട്. നോർത്തിൽ സർട്ടൻ ഡീലർ നെറ്റ്വർക്ക് ഉണ്ട് എനിക്ക്. പക്ഷേ മെയിനായിട്ടുള്ളൊരു മാർക്കറ്റ് ഈവൻ ടുഡേ ഓൾസോ ഇറ്റ്സ് ബോംബെ. സൗത്ത് ഇന്ത്യയിൽ വേറെ ഇല്ല. സൗത്ത് ഇന്ത്യയിൽ കേരള ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. വേറെ ബാംഗ്ലൂരിലിരിക്കുന്നുണ്ട്. ബാംഗ്ലൂർ, ഹൈദരാബാദ് ഈ 2 സ്ഥലത്തേ കൊടുക്കുന്നു. ഇനി എന്താണ് ഡ്രീം പുതിയ? ഇനിയിപ്പം ഈ ബിസിനസ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് ഞാനിപ്പം ഒരു പൈപ്പ് ലൈനിലുണ്ട് കുറേ പുതിയ പ്രോഡക്ട്സ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഈ സർജിക്കൽ ലൈനിൽ നല്ലോണം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ലൈനാണ്. ഹെൽത്ത് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനമുള്ളൊരു ഇതാണ്. ഒരുപാട് സാധ്യതയുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു ലൈനാണ്. കാര്യം വെച്ചാൽ ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈനാണ്. പിന്നെ രണ്ടാമത് എൻ്റെ മകളും ഈ ലൈനിൽ തന്നെ വന്നിട്ടുണ്ട് ഡോക്ടറായിട്ട്. അപ്പോൾ ഈ ലൈനിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന സംഭവമില്ല. ഇതിനകത്തൊന്നും മാറണമെന്നുള്ള ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം വെച്ചാൽ ഇതിനകത്തൊന്നും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇൻഡയറക്റ്റ്ലി ഞാൻ പലർക്കും ഉപകാരം ചെയ്യുന്നവരാണ്. കാര്യം ഞാൻ ഇപ്പം ഗ്ലൗസ് ആണെങ്കിൽ മെഡിസിൻസ് ആണെങ്കിൽ എന്തായാലും അത് പേഷ്യൻസിനും കൂടെ ഉപകാരമുള്ളൊരു ലൈനാണ്. അപ്പോൾ അതൊരു വേറൊരു കാരുണ്യ ലൈനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഞാൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പിന്നെ മാക്സിമം നമുക്ക്
ഹോസ്പിറ്റൽ ഇറ്റ്സ് എ ബിസിനസ് ഓൾസോ. സെയിം ടൈം എത്രമാത്രം പേഷ്യൻസിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത്രയും കൂടെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 32 വർഷക്കാലമായി ഇവിടെ വന്നിട്ടല്ലേ? ഇത്രയും വർഷം കൊണ്ട് ബോംബെയിൽ വന്നിട്ട് എന്തെല്ലാം അസറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞു? ബോംബെയിൽ എനിക്കിപ്പം ഈ ഓഫീസുണ്ട് മെയിനായിട്ട്, പിന്നെ എൻ്റെ ഒരു വീടുണ്ട്. ഞാനൊരു വീടുണ്ടാക്കി, എനിക്ക് ഫ്ലാറ്റുണ്ട്, പിന്നെ 2 ഫ്ലാറ്റ്സ് ഉണ്ട് ബോംബെയിൽ. ഇതുകൊണ്ട് ഞാൻ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു, ഓഫീസ് വാങ്ങിച്ചു. പിന്നെ നാട്ടിൽ എറണാകുളത്തൊരു വീടുണ്ട്. ഇവിടെ എത്തിയിട്ട് ആദ്യം വാങ്ങിയ വാഹനം ഏതാണ്? ഇവിടെ എത്തിയിട്ട് ആദ്യം വാങ്ങിയ വാഹനം ഫിയറ്റ് കാറാണ്. ഫിയറ്റ് കാർ. അതെ, മിക്കവാറും എല്ലാവരും ഫിയറ്റ് കാറിലായിരിക്കും തുടക്കം. അതെ, അതാണ് ഒരു കാലത്ത് ബോംബെ നഗരത്തിലെ ഏറ്റവും കൂടുതൽ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് ടാക്സി ആയിട്ട് ഓടിയത് ഫിയറ്റ് മാത്രമല്ലേ? ഇപ്പോഴും മെയിനായിട്ട് അത് തന്നെയാണ്. ഇപ്പം എല്ലാ വണ്ടിയും കാണുന്നുണ്ട്. എന്നാലും ഇപ്പോഴും പഴയ ടാക്സീസ്, മറ്റേ ഡബിൾ കളർ ടാക്സി ഇപ്പോഴും അത് തന്നെയാണ്. ഒരു കാലത്ത് ടാക്സി ഫിയറ്റ് മാത്രം ഉണ്ടായിരുന്നു അല്ലേ? അതെ. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടോ? അങ്ങനെ വ്യക്തമായിട്ടൊന്നൊന്നുമില്ല, എന്നാലും ഞാൻ ഒരു കോൺഗ്രസ് അനുഭവിയാണ്. കോൺഗ്രസിന് ഇത്രയും നാളും വോട്ട് ചെയ്തിരിക്കുന്നതൊക്കെ കോൺഗ്രസിനായിരിക്കും. അതെ. നിങ്ങൾ തിരഞ്ഞെടുത്ത നാടും ഏകദേശം കോൺഗ്രസ് അധികം ഭരിച്ച നാടാണ്. ഇവിടെ മഹാരാഷ്ട്രയും അധികം കോൺഗ്രസ്സാണ് ഭരിച്ചിരിക്കുന്നത് അല്ലേ? അതെ. കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലല്ലേ ഇവിടെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ നല്ല ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. മറ്റുള്ള ഇപ്പം ശിവസേന ഇവിടെ ഭരിച്ചിട്ടുണ്ട്, ചുരുക്കം ഭരിച്ചിട്ടുള്ളൂ. പക്ഷേ ആ സമയത്തും നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. എസ്പെഷ്യലി ഈ ഫ്ലൈ ഓവേഴ്സൊക്കെ ആ സമയത്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. BJP ഭരിച്ചിട്ടില്ലേ? BJPയും ശിവസേനയും കൂടെ ഒന്നിച്ചായിരുന്നില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് വ്യവസായ നിലയിൽ താങ്കൾക്ക് എന്തൊരു മെസ്സേജ് കൊടുക്കാൻ കഴിയും? പുതിയതായിട്ട് വ്യവസായത്തിലോട്ട് വരുന്ന അവർക്ക് വ്യവസായം വിജയിക്കാൻ വേണ്ടി എന്തൊക്കെ കരുതണം? ഇവിടെ ബേസിക്കലി ഒരു വ്യവസായം വിജയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബേസിക്കലി വേണ്ടത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതാണ് ബേസിക്കലി. പിന്നെ ഇവിടെ ഇപ്പം മഹാരാഷ്ട്രയിൽ എല്ലാ സെറ്റപ്സും, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും ഗവൺമെൻറ് നമുക്ക് സഹായം ചെയ്തിരുന്നുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, വളരെ സിൻസിയർ ആയിരിക്കണം. ഈ രണ്ടും ഉണ്ടെങ്കിൽ ഇവിടെ ബിസിനസ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വളരെ തിരക്ക് പിടിച്ചൊരു വ്യവസായിയാണ് താങ്കൾ. ബോംബെ നഗരത്തിൽ വന്ന് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാനും ഒരുപാട് അനുഭവങ്ങൾ പങ്കിടാനും സമയം ചെലവഴിച്ചതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് സ്ഥാപനം പോകട്ടെ. കാരണം താങ്കൾക്ക് ഒരുപാട് പുതിയ ഡ്രീംസ് ഉണ്ട്, പറഞ്ഞു, ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. അതെല്ലാം ഒരു വൻ വിജയമാകട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. കേരള വിഷനോടും എൻ്റെ നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ബയോമെഡിക്കൽ രംഗത്ത് ഒട്ടേറെ വർഷത്തെ പ്രവർത്തന പരിചയമുള്ള തിരുവല്ല സ്വദേശി ശ്രീകുമാറിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. ഒട്ടേറെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കിട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഈ എപ്പിസോഡ് ഞാൻ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യവസായമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ആന്ത്രാക്സ് രോഗം പരത്തുന്ന ബാക്ടീരിയ ഏതാണ്? ചോദ്യം ഒന്നുകൂടി: ആന്ത്രാക്സ് രോഗം പരത്തുന്ന ബാക്ടീരിയ ഏതാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484